ഞാൻ മനാഫാണേ. പിന്നെ ഇത് ഒരു മലയാളിയാണ്, ഒരു ബംഗാളിയോ മറ്റ് അന്യ സ്റ്റേറ്റുകാരനൊന്നുമല്ല. അത്യാവശ്യം കണ്ടാൽ തന്നെ നല്ലൊരു ഫാമിലിപ്പെട്ട ആളായിട്ടാണ് തോന്നുന്നത്. പക്ഷെ മാരക പരിക്കുകളുണ്ട് മുഖത്തും കയ്യിലൊക്കെ സ്റ്റിച്ചിട്ട ഇതുണ്ട്. 3 ദിവസമായിട്ട് ഇവിടെ കുന്നമംഗലം ഭാഗത്ത് കിടക്കുകയാണ്. നാട്ടിലുള്ള കുറച്ച് ആളുകളുടെ സഹായത്താൽ കുറച്ച് ഭക്ഷണം കാര്യങ്ങളും കിട്ടിയിട്ട്, പക്ഷേ ശരീരത്തിൽ നിന്ന് ഭയങ്കര ദുർഗന്ധം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ അവസ്ഥ എന്താ പറയുക, ഇതിലും മോശമാവാൻ ഇനിയില്ല. അങ്ങനത്തെ എന്താ പറയുക, ഒരു ദയനീയ അവസ്ഥയിന് പോയി കണ്ടപ്പം ഇപ്പം മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കണേ. ഇതൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ 3 ദിവസം ഇവിടെ ഈ ഒരു മനുഷ്യന് എന്താ പറയുക, വിസർജ്യം മുഴുവൻ അവിടെ തന്നെ, എല്ലാ കാര്യങ്ങളും പ്രാഥമിക കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ചെയ്ത് എന്താ പറയുക, അത്ര ഒരു ദയനീയ അവസ്ഥയിലും നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇടപെടൽ കാരണം ആള് മെഡിക്കൽ കോളേജിലെത്തി. ആരും അച്ഛനമ്മമാരെ അതെ, ഇത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ 3 ദിവസമായിട്ട് ഈ നാട്ടിലുള്ള ആളുകൾ അവരെ ഫാമിലീനെ ബന്ധപ്പെടാൻ നോക്കുമ്പോൾ ആർക്കും ഇയാളെ ആവശ്യമില്ല എന്നാണ് മനസ്സിലാക്കിയത്. മനുഷ്യൻ്റെ ഒരു എന്താ പറയുക, ഏറ്റവും നീചമായ ഒരു എന്താ പറയുക, ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഒരു സംഭവം. എങ്ങനെയാണ് സ്വന്തം എന്താ പറയുക രക്ഷിതാക്കളെ എങ്ങനെയൊക്കെ വഴിയിൽ ഉപേക്ഷിക്കാൻ കഴിയണത്, അതും ഇത്ര പരിക്കോട് കൂടിയിട്ട് അവസാന കാലഘട്ടത്തിൽ സന്തോഷത്തോടു കൂടി ജീവിക്കേണ്ട ഒരു സമയത്ത് ഇത്രയും ദാരുണമായ ഒരു അവസ്ഥ മനുഷ്യന് വരിക എന്ന് പറയുന്നത് തന്നെ ലജ്ജാകരമാണ്. നമ്മളെ കേരള സമൂഹം എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നുള്ളത് ആശങ്കയുണ്ട്. നൗഷാദ് തെക്കയിലാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് OK ഷംസു എന്നോട് പറഞ്ഞു, അവിടെ പള്ളിയുടെ മുമ്പിൽ, ചൂലാമ്പൽ പള്ളിയുടെ മുമ്പിൽ, സ്കൂളിൻ്റെ മുമ്പിൽ ഒരു പ്രായമുള്ള ആൾ കുറച്ച് ദിവസമായിട്ട് മാരകമായ മുറിവേറ്റ് വല്ലാത്തൊരവസ്ഥയെ കിടക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു സഹായം ചെയ്യണം. പല രീതിയിലും ബന്ധപ്പെട്ട് നോക്കി, ആരും ഒരു സഹായത്തിന് വരികയോ വീട്ടുകാർ വരികയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനും നമ്മുടെ മനാഫ്കായും എന്ന് പറയുമ്പോൾ ലോറി ഉടമ മനാഫ്കായും ഷംസുവിൻ്റെ അടുത്ത് എത്തി. ഞങ്ങൾ സാമൂഹ്യനീതി ഓഫീസറെ ബന്ധപ്പെട്ടു. അതിനുശേഷം ഉദയത്തിൽ നിന്ന് വളണ്ടിയേഴ്സിനെ ബന്ധപ്പെട്ടു. അങ്ങനെ 108 ആംബുലൻസ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ വളരെ സന്തോഷം.